ഊണ് കഴിക്കാൻ മത്സ്യമൊന്നുമില്ലെങ്കിലും ഇതുപോലൊരു പച്ചക്കറി മാത്രം മതി കേട്ടോ നമുക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈ കറി തയ്യാറാക്കാവുന്നതുമാണ്. ഞാനിവിടെ നമ്മുടെ ചക്കക്കുരു ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നല്ലൊരു കറി തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മളൊക്കെ ചക്ക കഴിച്ചു കഴിഞ്ഞാൽ ചിലരൊക്കെ ഈ ചക്കക്കുരു കളയാറാണ് പതിവ്. എന്നാൽ ഈ ചക്കക്കുരു അത്രയ്ക്കും ഔഷധ ഗുണങ്ങളുള്ളതാണ്. ചക്കക്കുരു നന്നാക്കിയ ശേഷം അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറമേയുള്ള തൊലി മാത്രം കളഞ്ഞാൽ മതി. ഈ ബ്രൗൺ പോർഷൻ കളയേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ക്യാൻസറിനെ വരെ ചെറുക്കാനുള്ള കഴിവുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ചക്കക്കുരു ഞാനിവിടെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 30ഓളം ചക്കക്കുരു നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പരിപ്പാണ്. നമ്മൾ കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന പരിപ്പാണ്. കനം കുറഞ്ഞ പരിപ്പ്, തൂവര പരിപ്പ് എന്ന് പറയാം. പരിപ്പിന് 2 വിധത്തിലുണ്ട്. അപ്പം കനം കുറഞ്ഞ പരിപ്പാണ് അപ്പോൾ ഈ കറിക്ക് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അത് ചേർക്കുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് പരിപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി 6ഓളം കൊച്ചുള്ളി, നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി ചേർത്തിട്ട് കറി തയ്യാറാക്കുമ്പോൾ നമ്മുടെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ തക്കാളിയും 2 പച്ചമുളകുമാണ്. തക്കാളി ചെറുതാണെങ്കിൽ 2 എടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം വലിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ 1 എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ കുക്കറിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചീന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ടിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ കല്ലുപ്പ്. ഇത്രയുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പരിപ്പും ചക്കക്കുരുക്കെ വേവുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം 1 കപ്പോളം വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 250 ml കപ്പ് എടുക്കുകയാണെങ്കിൽ 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഓരോരുത്തർക്കും കറി എത്രത്തോളം വേണം എന്നതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊരു 3 വിസിലൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ പരിപ്പും അതുപോലെ തന്നെ ചക്കക്കുരുമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്ന ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങ ഞാനിവിടെ ചെറിയുള്ളിയും ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്തിട്ടാണ് ഇപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത്. ഒരു 3 ചെറിയുള്ളിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ജീരകവും ചേർത്ത് അരച്ചെടുത്തിട്ടുള്ള തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കറി ഇപ്പോൾ ലൂസായിട്ട് തോന്നിയെങ്കിലും പരിപ്പും ചക്കക്കുരുമൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ കറി ഒന്ന് തണുക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടി ഒന്ന് തിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്രയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇവിടെ പരിപ്പും ചക്കക്കുരുമൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലൊരു പച്ചക്കറി മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലത്തും മീനിന് ട്രോളിങ്ങൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മീനൊന്നും കിട്ടാതെ ആവുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ചക്കക്കുരു ഒന്നും ഉണ്ടെങ്കിൽ കളയാതെ കറിയിലിട്ടിട്ട് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ ഈ ചക്കക്കുരു പരിപ്പോട് ചേർത്തിട്ട് കഴിക്കുമ്പോൾ. അപ്പം ഇതുപോലെ കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് കറി തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ചക്കക്കുരു അതുപോലെ പരിപ്പൊക്കെ ചേർത്ത് കറി തയ്യാറാക്കുന്ന സമയത്ത് ഗ്യാസ് പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഈ കറിയിൽ വെളുത്തുള്ളി ചതച്ച് ചേർക്കുന്നത് നല്ലതാണ്. അത് ദഹനപ്രശ്നത്തിന് നന്നായിരിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്